ഹൈദരാബാദിൽ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത ഞെട്ടിക്കുന്നതായിരുന്നു. വീട്ടുജോലിക്കാരിയുടെ സഹായത്തോടെ മോഷ്ടാക്കൾ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇപ്പോഴിതാ കൊലപാതകത്തിൽ പ്രതികളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥന്റെ ജൂബിലി ഹിൽസിലെ വീട്ടിൽ അതിക്രൂരമായായിരുന്നു ഭാര്യ തനൂജ കൊല്ലപ്പെട്ടത്. പോലീസിന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട നേപ്പാൾ സ്വദേശികളാണ് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കുറ്റവാളിയായ സാഹുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകവും മോഷണവും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇരയുടെ വീട്ടുജോലിക്കാരിയായ കൽപ്പനയുടെയും സഹായത്തോടെ കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇവർ. പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഡൽഹിയിലെ ഒരു ജയിലിനുള്ളിൽ നിന്നാണ് ഗൂഢാലോചന നടന്നിരിക്കുന്നത്. ഹൈദരാബാദിൽ ജോലി ചെയ്യുന്ന കൽപ്പന വഴി മുംബൈ, പട്ന, നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെ കൊലപാതകം നടപ്പിലാക്കുന്നതിനായി സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ വീട്ടുജോലിക്കാരിയായ കൽപ്പനയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും മുൻപ് ലക്നൌവിൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മുംബൈയിൽ ഒളിപ്പിച്ചിരിക്കാമെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതേസമയം പ്രതികൾ രാജ്യം വിടുന്നത് തടയാനായി ഡൽഹി, മുംബൈ, ഇന്ത്യ, നേപ്പാൾ അതിർത്തി എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി അന്വേഷണ സംഘങ്ങൾ സജീവമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഹൈദരാബാദ് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. വീട്ടുജോലിക്കാരിയായ കൽപ്പന നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനായ വിനയ് രഞ്ജന്റെ ഭാര്യ തനൂജയെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പുലർച്ചെ 2 മണിയോടെയാണ് തനൂജ കൊല്ലപ്പെടുന്നത്. ജോലിക്കാരിയുടെ സഹായത്തോടെ മോഷണ ലക്ഷ്യവുമായി വീട്ടിലെത്തിയ പ്രതികൾ തനൂജയെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മക്കൾ കിടപ്പുമുറിയിലെത്തി നോക്കിയപ്പോൾ വായിൽ തുണി തിരുകി കൈയും കാലും കെട്ടിയിട്ട നിലയിൽ മരിച്ചു കിടക്കുന്ന അമ്മയെയാണ് അവർ കണ്ടത്. വൈദ്യപരിശോധന റിപ്പോർട്ട് അനുസരിച്ച് തനൂജയുടെ ശരീരത്തിൽ നിരവധി പരിക്കുകളുണ്ടെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. ആക്രമണത്തിനിടയിൽ അവർ നിലവിളിക്കാതിരിക്കാനായി പ്രതികൾ തനൂജയുടെ കൈയും കാലും കെട്ടുകയും വായിൽ തുണി തിരുകുകയുമായിരുന്നു. വിനയ് രഞ്ജന്റെ അമ്മയെ പരിചരിക്കാനായി വീട്ടിലെത്തിയ ജോലിക്കാരിയായ കൽപ്പന പിന്നീട് വീട്ടുജോലിയും ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. സംഭവത്തിന് ശേഷം അവരെ കാണാതായതോടെയാണ് കൊലപാതകം അവരുടെ കൂടി സഹായത്തോടെയാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. പ്രതികളെ പിടികൂടാനുള്ള നീക്കം ഇപ്പോൾ പോലീസ് നടത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.